ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് അയർലാൻഡിലെ സ്ലൈഗോ കൗണ്ടിയിലുള്ള ഈ ലോ ഫീസ്കെ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലേക്ക് പോവാണ് കേട്ടോ. ഇതൊരു ലൈക്കാണ്, എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അങ്ങനെ നമ്മളിത് ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. റൈറ്റ് സൈഡിൽ ഒരു വലിയൊരു മൗണ്ടൈൻ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ലേക്ക് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു പോകാൻ നല്ല രസമാണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കര ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം. ഇങ്ങനെ നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ചു പോകാനും നല്ല രസമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലോ ഫീസ്കെ എന്നാണ് ഈ പ്ലേസിൻ്റെ, ഈ സ്ഥലത്തിൻ്റെ പേര്. സ്ലൈഗോയിലാണുള്ളത്. നല്ലൊരു ഭംഗിയുള്ള നല്ല ഫ്രഷ് വാട്ടർ ലീക്കാണെന്നാണ് കേട്ടോ അവരിവിടെ പറയണേ. ഇത് സ്ലൈഗോയിലെ വെസ്റ്റ് ഭാഗത്താണ് ഈ ഒരു പ്ലേസ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ ഫിഷിംഗ് ഒക്കെ അലൗഡാണ്. നമുക്ക് ഫിഷിംഗ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ കുറേ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കാനൊക്കെ വന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സൈഡിലൂടെ നമുക്കൊരു ട്രയൽ ഉണ്ട് കേട്ടോ, ഒരു വാക്കിംഗ് ട്രയൽ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ നടക്കാനാണ് ഓൾമോസ്റ്റ് ആൾക്കാർ ഇവിടെ വരിക. അപ്പോൾ ഈ ഒരു ലൈക്കിൻ്റെ ഭയങ്കര ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ ഫുള്ളിങ്ങനെ നടന്നിങ്ങോട്ട് വരാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ കുറച്ച് നമ്മൾ പോയി, ഓൾമോസ്റ്റ് അറ്റം വരെ ഒന്നും പോയില്ല കേട്ടോ. കുറച്ച് പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു. കാരണം നാളെയും വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ സമയമാവും തോറും നമ്മൾ ലേറ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പകുതി പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ ഈ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ കമ്പനിയിലുള്ള ഒരു ഐറിഷുകാരനാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ട്രയലല്ലാതെ നമുക്ക് റോട്ടിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് ഫുള്ള് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്തില്ല എവിടെ. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്നിട്ട് വണ്ടി എടുത്തിട്ട് നമ്മളൊന്നും കൂടെ നേരെ പോയി നോക്കണം കേട്ടോ. നേരെ പോയപ്പോഴാണ് കേസ് നമ്മളിത് കണ്ടില്ലെങ്കിൽ നമുക്കത് മിസ്സായി പോയേനെ എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് വേറൊരു ലെഫ്റ്റ് സൈഡിൽ കൂടെ വേറൊരു വഴിയും കൂടെ പോകുമ്പോഴാണ് കേട്ടോ ഇതുള്ളത്. ഇതിങ്ങനെ ചെന്നിട്ട് എന്താ പറയുക, ഒരു ഫുള്ള് നമ്മുടെ വിൻഡ് മില്ലൊക്കെ ആയിട്ട് അതിങ്ങനെ എന്താ ഒരു ഇങ്ങനെ നിരനിരയായിട്ട് വിൻഡ് മില്ല് കേട്ടോ. പിന്നെ ഫുള്ളിങ്ങനെ തരിശു ഭൂമി പോലെ കിടക്കാണ്. ഇപ്പോൾ കുറേ സ്ഥലത്ത് ഫുള്ള് പച്ചപ്പാണെങ്കിൽ ചില സ്ഥലത്ത് ഇതുപോലെ എന്താ പറയുക, കരിഞ്ഞ പോലത്തെ പുല്ലാണ് കേട്ടോ ഓൾമോസ്റ്റ് ചില സ്ഥലങ്ങളിൽ. ഇപ്പം ഇവിടെ ഇപ്പം എന്താ പറയുക, അവിടെ വരെ ഫുള്ള് പച്ചപ്പായിരുന്നു. പിന്നെ ഇങ്ങോട്ട് കുറച്ചും കൂടി കടന്നപ്പോഴേക്കും ഫുള്ള് ഇതുപോലെ കരിഞ്ഞ ഇതൊക്കെ ആയിട്ടോ. അങ്ങനെ നമ്മളിത് ഫുള്ള് നല്ല രസമുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോവാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ റോഡൊന്നും ഇല്ല, ജസ്റ്റ് കല്ല് മാത്രം ഇട്ടിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് നേരെ തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര ഭംഗിയാണ്. ഇതിൽ കൂടെ വണ്ടി ഓടിച്ച് പോകാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒത്തിരി. അങ്ങനെ നമ്മുടെ സമയം 9:15 കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതേ പോണ വഴിക്ക് നിറച്ച് ആടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിറച്ച് ഇവിടെ പിന്നെ ഫുള്ള് ആടാണ്. ആടില്ലാതൊരു കളിയില്ല. അപ്പോൾ ഇവരൊന്നും തട്ടാനൊന്നും പാടില്ല, പിന്നെ വലിയ വിഷയമൊക്കെ ആവും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം പോവാൻ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.